ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസിൽ പോവാണ്. ഇന്ന് ശരിക്കും ഒരു പനി പിടിച്ച ദിവസം എന്ന് പറയാം. എനിക്ക് 2 ദിവസമായിട്ട് നല്ല പനിയായിരുന്നു. ശരിക്കും മാറിയിട്ടില്ല, പക്ഷെ നമുക്ക് 2 ദിവസത്തിൽ കൂടുതൽ ലീവ് എടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഓഫീസിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് കൊച്ചിന് വിടുന്നില്ലല്ലേ, നോയ്ക്ക് ഓൾറെഡി പനിയാണ്. അപ്പം ഒരാഴ്ച ഡേക്കറി വിടണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞാനും ബേസിൽ മാത്രമേ ഇന്നുള്ളൂ. ഹായ് ബേസിൽ. അപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ഞാനൊരു ഫ്ലാസ്കൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്, ചൂടുവെള്ളം കുടിക്കാനായിട്ട്. ചെറിയ ഫ്ലാസ്ക് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ തപ്പിയിട്ട് കാണുന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വീട്ടിലിരുന്നൊരു വലിയ ഫ്ലാസ്ക് ആയിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. അത്യാവശ്യം വലുതാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ സൺസ്ക്രീൻ ചെറുതായിട്ടൊന്ന് മാറ്റിയായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മുഖത്ത് ഭയങ്കര വൈറ്റ് കാസ്റ്റ്. പിന്നെ എന്താണെന്ന് അറിയില്ല, എൻ്റെ മുഖത്ത് ഈയിടെയായിട്ട് കുറേ കുരുക്കളൊക്കെ വരുന്നുണ്ട്, നിറയെ പിമ്പിൾസാണ്. ഞാൻ കുറേ സിറമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇനി അതുകൊണ്ടാണോന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി അതെല്ലാം നിർത്തി ഒരു ഗ്യാപ്പ് കൊടുത്തേക്കോ, നോക്കാം പിമ്പിൾസ് മാറുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇൻഫോ പാർക്ക് എത്തിയിട്ടോ. നോയി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഡേ കെയറിൽ പോകണ്ട. അപ്പം നേരെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോവാണ്. മൊത്തത്തിൽ നോയി ഇല്ലാത്തതുകൊണ്ട് ഒരു വിഷമമാണ് കേട്ടോ. വീട്ടിൽ ഇനി ഞങ്ങൾ ചിലപ്പോൾ വീട് തിരിച്ചു വെക്കും എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ടെൻഷൻ. മമ്മി തന്നെ മാനേജ് ചെയ്ത് ഇച്ചിരി ടാസ്ക്കാണ്. ഇപ്പോൾ 2 വയസ്സായതുകൊണ്ട് അവൻ ഫുൾ ഓട്ടോ ഒക്കെയാണ്. അപ്പോൾ മമ്മിക്ക് തന്നെ മാനേജ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. പിന്നെ രാവിലെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുമമ്മീനെയൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നുകൊണ്ട് ബാഗൊക്കെ ഡിക്കിയിലാണ് കേട്ടോ വെച്ചത്. അപ്പം ഞാൻ ബാഗും ഫ്ലാസ്കൊക്കെ ഞാൻ ബാഗിൽ കുത്തി കയറ്റി എന്നിട്ട് ബേസിലിനോട് ബൈ പറഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് പോവാണേ. ഗ്ലാസ്സിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട് കേട്ടോ, കഴുകാറായി. ബൈ ബേസിൽ. അങ്ങനെ ഞാൻ എൻ്റെ ക്യാമ്പസിലോട്ട് കയറിയിട്ടോ. കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഞങ്ങളുടെ ക്യാമ്പസ് കുറച്ച് വലുതാണ് കേട്ടോ, നിറയെ മരങ്ങളുണ്ട്. ക്യാമ്പസ് ഒന്ന് ചുറ്റിക്കറങ്ങി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നിറയെ മരങ്ങളെന്ന് വെച്ചാൽ ചക്കയുണ്ട്, മാവുണ്ട്, ചാമ്പക്കയുണ്ട്, സപ്പോട്ടയുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് തരുകയും ചെയ്യും കേട്ടോ. ഞങ്ങൾക്ക് മാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോഴത്തേനും മെയിലൊക്കെ വരും, ക്യാൻറ്റീനിൽ ഇങ്ങനെ മാങ്ങ കൊടുക്കുന്നുണ്ട്, എല്ലാവരും വന്ന് കളക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഗൈസ്, ഞാൻ എൻ്റെ ഓഫീസിലെത്തി. അപ്പം ഇനിയിപ്പോൾ കുറച്ച് നേരത്തേന് ഞാൻ ഇച്ചിരി ലേറ്റായിട്ടായിരുന്നു വന്നത്, വയ്യായിരുന്നല്ലോ രാവിലെ. അപ്പം കുറച്ച് നേരം പണിയൊക്കെ എടുക്കാനുണ്ട്. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഓഫീസിൽ പോയ ആളെങ്ങനെയാണ് അപ്പോളോ ഫാർമസിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നതെന്ന്. അതെന്താണെന്നറിയുക ഗൈസ്, ഓഫീസിൽ ചെന്ന ഒരു 5 മിനിറ്റ് തന്നെ എനിക്കിങ്ങനെ തല കറങ്ങാൻ തുടങ്ങി. തല കറക്കെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വേർത്ത് കുളിച്ച് ഒരുമാതിരി വൃത്തികെട്ട വേദന. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ ബേസിനെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് പോന്നു. പിന്നെ എനിക്കൊരു മൈഗ്രെയിൻ്റെ മരുന്ന് മേടിക്കാനുണ്ട്. അപ്പോൾ മരുന്ന് മേടിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ ഫാർമസി നിർത്തിയേക്കുക. അപ്പോൾ ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 1 അവറിനുള്ളിൽ എൻ്റെ വേദനയൊക്കെ മാറും. പിന്നെ ഞാൻ രാവിലെ മര്യാദയ്ക്ക് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ബേസിൽ എനിക്ക് സൂപ്പൊക്കെ മേടിച്ചു തന്നു കേട്ടോ. അപ്പം ഞാൻ സൂപ്പ് കുടിക്കുകയാണ്. അങ്ങനെ സൂപ്പൊക്കെ കുടിച്ചൊന്ന് റിഫ്രഷ്ഡ് ആയിട്ടാണ് ബേസിൽ എന്നെ തിരിച്ചു വിട്ടത്. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ ഓഫീസിലേക്ക് നടക്കുവാണ്. പിന്നെ തലയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വേർക്കുമായിട്ട് ഞാൻ മുടി കെട്ടി വെക്കാമെന്ന് വെച്ചേ. അങ്ങനെ ഓഫീസിൽ തിരിച്ചു വന്നപ്പോഴത്തേനും ഉച്ചയായി. പിന്നെ കുറച്ച് നേരത്തേനും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് ആദിത്യയാണേ. അവൻ ഇന്ന് ബിരിയാണിയാണ് മേടിച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അവനും കൂടെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ഓഫീസിൽ ക്യാൻറ്റീനിൽ 4 ഷോപ്പുകളുണ്ട്, 2 റെസ്റ്റോറൻറ്റ്സും 2 കഫേ പോലെ. അപ്പം നമുക്ക് അവിടെ നിന്ന് ഫുഡ് മേടിക്കാം. ഹങ്കർ ബോക്സ് എന്നൊരു ആപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തേക്ക് ഒരു സോഡാ നാരങ്ങാവെള്ളം കുടിക്കാൻ തോന്നി. അപ്പം ഞാനും അവനും കൂടെ റെഡ് ബബിൾ കഫേയിൽ പോയിട്ടോ. ഇത് ക്യാൻറ്റീൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പം ഞാൻ അവിടുന്ന് ഒരു അവലും ബനാനയും കൂടെ ചേർത്തിട്ടുള്ള ഒരു സ്നാക്ക് മേടിച്ചു. അവരിങ്ങനെ ഓവനിൽ ചൂടാക്കി തന്നെ. അപ്പം ഞാൻ കുറച്ച് കഴിച്ചു. പിന്നെ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്, ചൂടായിരുന്നു, അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്നേ. പിന്നെ ഇത് കണ്ടോ, ചാമ്പക്കയൊക്കെ കണ്ടോ, ഒരുപാട് ചാമ്പക്ക നേരത്തെ ഉണ്ടായിരുന്നേ ക്യാമ്പസിൽ. ഞങ്ങൾക്കിങ്ങനെ ക്യാൻറ്റീനിൽ ഇങ്ങനെ ചാമ്പക്ക വെച്ചേക്കും. അപ്പോൾ നമുക്ക് പോയി ഇങ്ങനെ കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ മെയിലൊക്കെ വരുമെന്നും. ഇതുണ്ടോ, ചക്കയൊക്കെ കണ്ടോ. ചക്ക ഇതുവരെ കിട്ടിയിട്ടില്ല. മാങ്ങയും സപ്പോട്ട ചാമ്പക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ചക്ക പണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല രസമാണ് കേട്ടോ. ഞങ്ങളുടെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ കാണാൻ ഒരുപാട് ഏരിയ ഉണ്ട് ഇങ്ങനെ നടക്കാനൊക്കെ. ഇടയ്ക്ക് വർക്കൊക്കെ റിലാക്സ്ഡ് ആയിട്ടുള്ള സമയത്ത് നമുക്കിങ്ങനെ കറങ്ങി നടക്കാം. പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴി ഒരു വൈറ്റ് ചാമ്പക്ക മരം കണ്ടു. അപ്പോൾ ആദ്യത്തെ അവിടെ നിന്ന് ഒരു ചാമ്പക്ക പറിക്കുവാണേ. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് നിബിനാണ് കേട്ടോ. അവൻ എൻ്റെ വീഡിയോയ്ക്ക് മുന്നിൽ വരാൻ ഭയങ്കര ചമ്മൽ. അപ്പം അവൻ എനിക്ക് ഒരു 1 lakh സബ്സ്ക്രൈബറൊക്കെ ആയിട്ട് മുഖം കാണിക്കാൻ ഇരിക്കുവാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം വർക്കിലിങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു കേട്ടോ. എന്നെ അത്യാവശ്യം പണിയുള്ള ദിവസമായിരുന്നു. പിന്നെ ഞാൻ ഒരു 2 ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോഴാണ് ഓർത്തത് ഞാൻ
ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ച മറ്റേ സ്നാക്കില്ല, അതിൻ്റെ കുറച്ച് മിച്ചരിപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഓഫീസിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അതിന് പിന്നെ മാക്സിമം ഓഫീസിലിരിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റീവ് ആയാലാണ് വീട്ടിൽ ചെല്ലുമ്പോൾ നോയുടെ കൂടെയൊക്കെ കുറച്ച് നേരം കളിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്തൊക്കെ വർക്ക് ചെയ്ത് തീർക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ വൈകിട്ട് വന്നിട്ടാണ് എനിക്ക് കോളൊക്കെ. വൈകിട്ട് എനിക്കൊരു 7:30 കോൾ തുടങ്ങിയാൽ ഒരു 9:30 വരെ കാണും. അപ്പോൾ ആ സമയത്ത് കംപ്ലീറ്റ്ലി ഞാനൊരു റൂമിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ നോയുടെ കൂടെ കളിക്കാനൊന്നും പറ്റില്ല. 9:30 എന്തെങ്കിലും നോയി ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് കൂടുതൽ. അങ്ങനെ തൊണ്ടവേദന ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടുവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. ഒരാഴ്ചയായിട്ട് ഞാൻ ഈ ഫ്ലാസ്കിൽ നിന്ന് തന്നെയാണ് കേട്ടോ വെള്ളം കുടിക്കുന്നത്. എന്നിത് തീരുമെന്ന് എനിക്കറിയത്തില്ല. ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തും ഞാൻ ചൂടുവെള്ളം മാത്രമാണ് കുടിക്കുന്നത്. അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാനുള്ള ടൈമായിട്ടോ. അപ്പോൾ ഞാൻ ബേസിലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിലിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വരുവേ. പിന്നെ ഞാനാണെങ്കിൽ സെപ്റ്റോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി സ്ട്രോബെറി മേടിക്കാന്ന് ഓർത്താണ് എടുത്തത്, പക്ഷേ സ്ട്രോബെറി ഇല്ലായിരുന്നു. അപ്പോൾ കിവി മേടിച്ചു. ഞാനാണെങ്കിൽ ഒരു ഓവർനൈറ്റ് ഓട്സിൻ്റെ റെസിപ്പി ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കിവി മേടിച്ചത്. കിവിയൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ബേസിൽ ഇച്ചിരി ലേറ്റായി. അപ്പം ഒന്നാമത് എനിക്ക് വയ്യ, പിന്നെ ഈ ബാഗും തൂക്കി പിടിച്ച് നിൽക്കണ്ടേ, അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇൻഫോ പാർക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോണ ബഗ്ഗി നമ്മളുടെ ഓഫീസിൻ്റെ അടുത്തൊക്കെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ബേസിൽ വന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കസിനെ പിക്ക് ചെയ്യാനുണ്ടേ. ഞാനത് പറഞ്ഞു വെച്ചിട്ടില്ല. ബേസിൽ എന്താ ചോദിക്കണമെന്നറിയോ? ഞാൻ നിങ്ങളോട് ബേസിൽ ലേറ്റ് ആയതിന് എന്തെങ്കിലും പറഞ്ഞോന്നാണ് അറിയേണ്ടത്. ഞാൻ വ്ലോഗ് ചെയ്യാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനെ പിക്ക് ചെയ്തെന്ന്. കസിൻ്റെ പേര് വൈഷ്ണ എന്നാണ്. എൻ്റെ ഈ ഇരിക്കുന്നതാണ് വൈഷ്ണ, ആദിയുടെ കസിനാണ് കേട്ടോ. അപ്പോൾ വൈഷ്ണനെ കൊണ്ട് ഞങ്ങൾ ആദിയുടെ ഹരീഷേട്ടനെ വീട്ടിൽ വന്നു. ആദ്യം ഞങ്ങൾക്ക് നല്ല കാപ്പി ഇട്ട് വന്നു. അപ്പോൾ നല്ല ചൂടുള്ള കാപ്പിയൊക്കെ കുടിച്ച് ത്രോട്ടൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴാണ് ഹരീഷേട്ടൻ ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഐസ്ക്രീമും കഴിക്കാണ്ട് എങ്ങനെയാണ് പോരുക ഗൈസ്. അങ്ങനെ ഞാൻ അതും കഴിച്ചിട്ടോ, അറിയാണ്ട് കഴിച്ചു പോയി. പിന്നെ ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞ് എനിക്കിനി അധികം വ്ളോഗ്സൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണേ. ബാക്കി പാട്. ഇത്രയുള്ളോ? എല്ലാവർക്കും ബായ് പറഞ്ഞേ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാമേ. ബൈ ബൈ.